വെക്കുന്നുണ്ട് വൈക്കം മിഷനെ പോലുള്ള സഖാക്കൾ. എഴുതിയത് ഇങ്ങനെയാണ്: അന്നോളം മനുഷ്യരെ കരുതിയിരുന്നത് ഇത് ഞങ്ങൾ മാത്രം അനുഭവിച്ചതാണ്, അല്ലെങ്കിൽ ഇതെന്റെ നാട്ടിൽ എന്റെ വീട്ടിലെ എന്റെ പ്രിയപ്പെട്ടവർക്ക് മാത്രം പറ്റിയ ദുരന്തമാണെന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യരോടൊക്കെ ആ കുറിപ്പ്, ആ പുസ്തകം പറഞ്ഞു, ഇത് നിങ്ങളുടെ മാത്രം വിധിയല്ല, ഈ ഭൂരിപക്ഷ ജനതയാകമാനം വേദനിച്ച കെട്ടകാലമാണ് ഈ കിരാതപർവം, കിരാതഭരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്: മധുരം പൊതിഞ്ഞ നുണകൾ കൊണ്ട് മൂടിയ കുറെ നരകക്കുഴിയുടെ വാതിൽ ഞങ്ങൾ തുറക്കുകയാണ്, ആരും ഭയപ്പെടരുത്. ഇത് കോൺഗ്രസുകാർ നുണ പറഞ്ഞ് മധുരം കൊണ്ട് മൂടിയ നുണക്കുഴിയാണ്. ആ നുണക്കുഴിയാണ് ഞങ്ങൾ ഓരോരുത്തരും തുറക്കാൻ ശ്രമിക്കുന്നത്. നുണക്കുഴി തുറക്കുമ്പോ അതിലെ വേദന നിറഞ്ഞ അനുഭവങ്ങൾ ഓരോന്നും വായിക്കുമ്പോ നിങ്ങൾ കരയരുത്, കരയാതിരിക്കാൻ ശ്രമിക്കണം. എഴുതി വെക്കുന്നുണ്ട് ആദ്യ വരിയിൽ. കരയാതിരിക്കാൻ ശ്രമിക്കണമെന്ന് പറയുമ്പോ കൊടുത്ത വരി ഇങ്ങനെയാണ്: ഒരേകാധിപതിയും കണ്ണീരിൽ ഒലിച്ചു പോയിട്ടില്ല. നിങ്ങൾ ആത്മരോക്ഷത്തിന്റെ തീപ്പന്തം ഉയർത്തിപ്പിടിക്കുക. ഇത് വായിക്കുന്ന മനുഷ്യർ ആത്മരോക്ഷത്തിന്റെ തീപ്പന്തം ഉയർത്തിപ്പിടിക്കുക. ഏകാധിപതികൾ തീപ്പന്തത്തിൽ, തീജ്വാലയിൽ ഇല്ലാതായ ചരിത്രം മാത്രമേ നമുക്കുള്ളൂ. ആ പുസ്തകത്തിന്റെ ആമുഖത്തിന്റെ അവസാനത്തെ വരി ഇങ്ങനെയാണ് സഖാക്കളെ: മരിച്ചു പോയവർ ഭാഗ്യം ചെയ്തവരാണ്, അവർക്കിനിയും ചോര തുപ്പി മരിക്കേണ്ടതില്ലല്ലോ. ഇന്ന് അടിയന്തരാവസ്ഥയുടെ 50 ആണ്ട് തികയുന്ന ദിവസമാണ്. അതായത് എത്രയോ പേരെ കൊലപ്പെടുത്തിയ, എത്രയോ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത, ഭ്രാന്ത് പിടിച്ച മനുഷ്യർ മരിച്ച, മരക്കൊമ്പിൽ തൂങ്ങിയാടിയ മനുഷ്യരെ കണ്ടു നിൽക്കേണ്ടി വന്ന കെട്ടകാലത്തിന്റെ 50 ആണ്ടാണ് ഇന്ന്. ആ കാലത്തെ നാം ആവർത്തിച്ചു പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ അടിയന്തരാവസ്ഥയോടാണ് നാം വെല്ലുവിളിച്ച് മുദ്രാവാക്യത്തിലൂടെ പൊരുതാൻ തയ്യാറായിട്ടുള്ളത്. ആ ഇന്ത്യയുടെ നെറികെട്ട ഭരണത്തെയാണ് നാം തുടക്കം തൊട്ടേ ചെറുക്കാൻ തയ്യാറായിട്ടുള്ളത്.